ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മേയാണ് നിങ്ങൾ കാണുന്നത്. മേയ മലയാളി മമ്മിൻ കാഡ് എന്ന യൂട്യൂബ് ചാനലാണ്. ഇന്നുണ്ടല്ലോ ഒരു മോർണിംഗ് വ്ളോഗാണ്. ജോലിയും സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസമാണ്. ഭയങ്കര തിക്കും തിരക്കൊന്നും ഇല്ലാത്ത ഒരു മോർണിംഗാണ്. നമുക്ക് എന്താ പറയുക, രാവിലെ 8:30 ആകുമ്പോഴത്തേന് പോയാൽ മതി. ഞാനൊരു 6 ആയപ്പോൾ എണീറ്റു. പിന്നെ അപ്പച്ചനും അമ്മച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തിക്കി തിരക്കി ബഹളം ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഇല്ല എനിക്കതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും എണീറ്റ് പിന്നെ ഉറക്കം പോയി വേണം കുറച്ച് നേരമൊക്കെ കിടക്കണോ എന്ന് വിചാരിച്ചു. ഒരിടയ്ക്ക് ഞാൻ 5 മണിക്ക് എണീക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു മിറാക്കിൾ മോർണിംഗ് ഒക്കെ 1 മണിക്കൂർ ചെയ്തിട്ട് പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഫ്രാക്ഷനേറ്റഡ് ആയി എക്സസൈസ് 10 മണി കോളേജിൽ ചെന്നിട്ട് അവിടുന്ന് പോയിട്ട് ചെയ്യുക. വായിക്കുന്നത് പല പല സമയങ്ങളിലായിരിക്കും. അപ്പം ആ ഒരു ടിപ്പിക്കൽ മിറാക്കിൾ മോർണിംഗ് സ്ട്രക്ചർ മാറിയിട്ട് പല സമയത്ത് പലത് ചെയ്യുന്നതായി. അങ്ങനെയാണല്ലോ നമ്മുടെ ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. എന്തായാലും കോളേജൊക്കെ അടച്ച് കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടുള്ള മോർണിംഗുകളൊക്കെ വേണമെന്നുണ്ട്. തൽക്കാലം ഇപ്പം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. നമുക്കിന്ന് ഇഡ്ഡലിയാണ്. അപ്പം ഞാൻ ഈ ഇഡ്ഡലി തട്ട് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് എനിക്ക് ഇടയ്ക്ക് എപ്പോൾ ഇത് കാണിച്ചാലും ചോദിക്കും. കാനഡയിലായതുകൊണ്ടായിരിക്കും. ഇത് ഞാൻ കാൽഗറിയിൽ വിനായക എന്ന് പറഞ്ഞൊരു സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. സ്റ്റീലിൻ്റെ തട്ടാണ്. പണ്ട് അലുമിനിയത്തിൻ്റെ ആയിരുന്നു. അപ്പം നല്ല ഇഡ്ഡലി നല്ല പൊന്തി വരുമായിരുന്നു. പക്ഷേ ഈ അടുപ്പിൻ്റെ മുകളിൽ അലുമിനിയം വെക്കുമ്പോഴത്തേന് പിന്നെ അലുമിനിയം ആസച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ. പിന്നെ എനിക്കിവിടെ കിട്ടിയത് ഒരു സ്റ്റീലിൻ്റെ ആണ്. കുറേ നാളായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഹാർഡ് വാട്ടർ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അത് ചിലപ്പം കുറച്ച് ഉരയ്ക്കേണ്ടിയൊക്കെ വരും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള മുട്ട ഞാൻ കുക്കറിലോട്ട് വയ്ക്കുക. അതൊന്ന് അടിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ ഒഴിക്കുമ്പം നല്ലതായിട്ട് പിള്ളേർക്ക് വരെ പീൽ ചെയ്യാൻ പറ്റുന്ന പോലെ ആവും. വേറൊരു അടുപ്പിൽ ചായ വെച്ചു. അങ്ങനെ അടുക്കളയിലോട്ട് വന്നു കഴിയുമ്പം പിന്നെ ഉള്ള അരമണിക്കൂർ എല്ലാം കൂടെ ഒറ്റ അടിക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതാണ്. ഈ ഒരു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് സമയത്ത് തന്നെ ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഇതൊരു ബീഫ് സൂപ്പാണ് കേട്ടോ. ബീഫും പിന്നെ സെലറി, ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ, കുറച്ച് അങ്ങനത്തെ കുറേ വെജിറ്റബിൾസും പിന്നെ കുറച്ച് ബീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുണ്ടല്ലോ റെഡ് ബീൻസ്, അതും ബീഫൊക്കെ ഇട്ടിട്ട് സൂപ്പാക്കി എടുത്തേക്കണതാണ്. അപ്പോൾ സ്കൂളിലത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. ഞാനും ഇത് തന്നെയാണ് കൊണ്ടുപോവുക. അപ്പം ഞാൻ കാർബ്സ് കുറയ്ക്കേണ്ടത് കൊണ്ട് ഉരുളക്കിഴങ്ങും അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. അല്ലാണ്ട് സ്റ്റൂ അല്ല, സൂപ്പിൻ്റെ തന്നെ ഇത് വെച്ചിട്ട് ബ്രോത്തിനകത്ത് ഉണ്ടാക്കിയെടുത്താണ്. ഞാൻ ഗാർലിക്ക് മാത്രമേ ഇതിനകത്തൊരു മസാല പോലെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. വേറെ സൂപ്പ് മിക്സും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും ബീഫ് ബ്രോത്തിലും ബീഫും ബാക്കി വെജിറ്റബിൾസും ഒക്കെ വെന്തതുപോലെയാണ്. അപ്പോൾ ഈ 2 പാത്രങ്ങൾ മറ്റേ ആദ്യം ഉണ്ടാക്കിയ ബ്ലൂ ക്യാപ്പ് ഉള്ളത് പിള്ളേർക്കുള്ളത്. ഇത് കുറച്ചും കൂടെ വലിയ കന്നാസ് പോലൊരു പാത്രം ഞങ്ങൾക്കുള്ള ഇതും കൂടിയാണ് കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു എന്നുള്ളൂ. ഈ ഒരു പാത്രം ചൂട് ഞാൻ കോസ്കോന്ന് മേടിച്ചാണ്. ഇത് നല്ല ചൂടൊരു രാവിലെ 7:30 പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണി വരെ നോക്കിയപ്പോഴും 2 മണിക്ക് ശേഷം ചൂടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 2 മണിക്ക് കഴിക്കാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല ചൂടോടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സൂപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി നല്ല ഒരു പാത്രമാണ്. ഇതിൻ്റെ ബ്രാൻഡ് എനിക്കങ്ങനെ ഓർമ്മയില്ല കേട്ടോ. പക്ഷേ കോസ്കോയിൽ ഇങ്ങനെ കണ്ടപ്പോഴത്തേനും ഞാൻ മേടിച്ച് വെച്ചിരുന്നായിരുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടു. അപ്പോൾ എൻ്റെ ഈ പണികളെല്ലാം, അതായത് ലഞ്ച് പാക്ക് ചെയ്യുന്നതും ഒക്കെ ഓരോ സാധനം അടുപ്പത്ത് വെച്ചിട്ട് പാരലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും വേണ്ടി നമ്മൾ നോക്കി നിന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ വേണം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. മാത്രമല്ല മീൽ പ്ലാൻ ചെയ്ത് പ്രിപ്പ് ചെയ്ത് നേരത്തെ വെക്കുകയാണെങ്കിൽ പാക്ക് ചെയ്യുകയും ചൂടാക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളല്ലോ. എൻ്റെ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞു. മൂത്ത ആൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി. അപ്പം ഞാൻ ചെറിയതിന് സ്കൂളിൽ നിന്ന് ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി അതുകൊണ്ട് മാത്രം പുസ്തകം രാവിലെ വായിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യം ഒരു തരത്തിലും വായിക്കാനില്ല. എന്നിട്ട് ക്യാമറ വെച്ചിട്ട് ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് തന്നെ അഭിനയം ആക്ഷൻ ക്യാമറ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് കേട്ടോ. എഴുതിയേക്കണം ഒന്നുമല്ല വായിക്കുന്നത്, വേറെ എന്തൊക്കെയോ വായിക്കുന്നുണ്ട്. ഉറങ്ങി എണീറ്റിട്ട് 6:30 ആയപ്പോൾ തന്നെ എണീറ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് ഈ ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ കഴിയുമ്പോഴത്തേന് ഇത്തിരി നേരം TV ഒക്കെ വെച്ച് കൊടുക്കും. ഇപ്പോൾ ഫ്ലൈ ഗായ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി വായിക്കുമല്ലോ യൂട്യൂബിൽ, നമ്മളിങ്ങനെ ആളുകൾ സ്റ്റോറി വായിച്ചു കൊടുക്കുന്ന പോലത്തെ ചാനലുകളുണ്ട്. അപ്പം അങ്ങനത്തെ അത് തന്നെ സെർച്ച് ചെയ്ത് വെച്ചോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായാലും ഇത് വായിച്ചിട്ട് ഇന്ന് ബുക്ക് റിട്ടേൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവർക്ക് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ടീച്ചർമാർ അങ്ങനെ റിവ്യൂവും അല്ലെങ്കിൽ വായിച്ചോ പഠിച്ചോ ഒന്നും നോക്കുകയൊന്നുമില്ല.
എന്നാലും അവർ കൊടുത്തു വിടുന്നത് നമ്മൾ 20 മിനിറ്റ്സ് പെർ ഡേ വായിപ്പിക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ആ 20 മിനിറ്റ്സ് വായിപ്പിക്കും. ചില സമയത്ത് നമ്മൾക്കും ഒരു മടി വരും കേട്ടോ. മടി എന്നല്ല പറയാം, എന്താ പറയുക, ഒരു ഇൻകൺസിസ്റ്റൻസി വരും. എനിക്കൊരു കുറേ അധികം കാലം ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇൻകൺസിസ്റ്റൻസിയുടെ ടൈമാണ് കേട്ടോ ഇത്. അത് എല്ലാ സ്ഥലത്തും എന്നാലും നമ്മുടെ പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ അത്യാവശ്യം ഹോം മേക്കിംഗ്, ജോലി, പ്രൈമറി എംപ്ലോയ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് ഇൻകൺസിസ്റ്റൻസി പറ്റില്ല. പിന്നെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റുട്ടീൻസ്, സെൽഫ് കെയർ, എക്സസൈസ്, ഫുഡ്, പിന്നെ എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻകൺസിസ്റ്റൻസിയാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറേ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ അതങ്ങനെയാണ്. നമ്മൾ മനുഷ്യൻ അയക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും. അതാണ് നമ്മുടെ ഒരു മനുഷ്യനായിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു കുറച്ച് എന്താ പറയുക, മടി പിടിച്ചിരിക്കാന്നുള്ളതല്ല, കുറച്ച് റെസ്റ്റും കുറച്ച് ലേസി ആയിട്ടൊക്കെ ഇരിക്കേണ്ട ഒരു അത്യാവശ്യപ്പെട്ട ഒരു സമയം പോലെ ഞാൻ അങ്ങോട്ട് കൺസിഡർ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ഗിൽറ്റി ഫീലിംഗ് അങ്ങോട്ട് പോയിട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ ഭയങ്കര തിക്കും തിരക്ക് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അധികം ഇഡ്ഡലിയും ചമ്മന്തി അമ്മച്ച് താഴെ ഉണ്ടാക്കി. ആ സമയത്ത് ഞാൻ മേളിലോട്ട് വന്നു, പിള്ളേറിനെ വലിയ സ്കൂളിൽ പോയി. അപ്പോൾ ചമ്മന്തിയുടെ ഉണ്ടാക്കുന്ന സമയത്ത് കടുകൊക്കെ പൊട്ടിക്കുമ്പോഴത്തേന് അവിടെ നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങോട്ട് മേളിൽ പോന്നു. അപ്പം ഞാൻ എൻ്റെ മേളത്തെ റൂമൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല ഒന്ന് ജോലിക്ക് പോകാനായിട്ട് ബാഗിൽ ഞാൻ എന്തോ ഒരു സ്പ്രേ മറ്റും അടിച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബാഗിൽ എൻ്റെ പുറത്ത് മുഴുവനും ഇങ്ങനെ ഒരു വെളുത്ത കുത്തു പോലെ ഇരിക്കണം. അപ്പോൾ ഇത് ടെഡി ബ്ലേക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് വർക്കിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ്. കുറച്ചധികം സ്പേസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ടോട്ട് ടൈപ്പ് ബാഗാണ്. ഇത് കുറച്ചൊരു കോസ്റ്റ്ലിയർ സൈഡിലോട്ടുള്ളതാണ് എന്നെ സംബന്ധിച്ച്. പക്ഷേ നമുക്ക് കൂപ്പൺസൊക്കെ അവരുടെ റിഡക്ഷൻസ് വരുമല്ലോ, സെയിലൊക്കെ വരുമ്പോൾ മേടിച്ചാൽ ഡ്യൂറബിളാണ്, നല്ല സ്റ്റൈലാണ്. നമ്മൾ ഇട്ടുകൊണ്ട് പോയാൽ എന്താ പറയുക, ഇത് ഈ ബാഗ് എവിടെ നിന്ന് നല്ലതാണല്ലോ എന്ന് നമ്മളോട് ആൾക്കാർ ചോദിക്കുന്ന ടൈപ്പാണ്. അപ്പം ഞാൻ ഈ ലെതർ ബാഗ്സ് വൃത്തിയാക്കുന്നത് ഈ വീമാൻ്റെ ലെതർ ക്ലീൻ ചെയ്യുന്ന, നമ്മുടെ ലെതർ സോഫയൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ, അത് ക്ലീൻ ചെയ്യുന്ന ഒരു വൈപ്പുണ്ട്. അത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബാഗ് 1-2 ബാഗൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. അത്ര നല്ല ഇതായിട്ട് ഒരു പ്രത്യേക തരം സാധനം മോയിസ്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ബാഗ് എടുത്ത സ്ഥിതിക്ക് എന്തായാലും പുറം വൃത്തിയാക്കിയ സ്ഥിതിക്ക് വിചാരിച്ചു അകം ഒന്ന് നോക്കാം, കുറേ ദിവസമായല്ലോ എന്ന്. അപ്പോൾ എൻ്റെ വാലറ്റ് ഉണ്ട്, ഹാൻഡ് ക്രീമുണ്ട്, പിന്നെ ഉള്ളത് ഒരു ഹാൻഡ് സാനിറ്റൈസറുണ്ട്. എന്തിനോ വേണ്ടി ഒരു മാർക്കർ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് പിന്നെ കുറേ പേന, നെയിൽ പോളിഷ്, ഇതൊക്കെ എന്തിനാണ് ഇതിനകത്ത് കിടക്കുന്നതെന്ന് എനിക്കതിനെ മനസ്സിലായി. എന്തായാലും തിരിച്ചവിടെ തന്നെ ഇട്ടു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നാലോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗിൽ കുറച്ചിങ്ങനെ 1-2 സാനിറ്ററി നാപ്കിൻസും പിന്നെ ഹെയർ ക്ലിപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വയ്ക്കും. പിന്നെ സൺഗ്ലാസ് ഉണ്ട്. അങ്ങനെ അത്ര സാധനങ്ങളേ ഉള്ളൂ. പിന്നെ വേറെ ഒരു ഇങ്ങനെ ഞാൻ ചെറിയ കുഞ്ഞു പേഴ്സ് പോലത്തെ ബാഗുകളിലാണ് കേട്ടോ എന്തെങ്കിലും മേക്കപ്പ് അങ്ങനത്തെയൊക്കെ വെക്കുന്നത്. ഇതൊക്കെ ആ ബാഗ് വൃത്തിയാക്കി തിരിച്ചു വന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് റാഗിയും ഉള്ളിയും കൂടെ കുറുക്കിയിട്ട് ആൽമണ്ട് മിൽക്കിൽ കുറുക്കിയതാണ്, പ്ലസ് എഗ്ഗ്. ബ്രേക്ക്ഫാസ്റ്റിനൊന്നും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ലേസി ആയിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനെ എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ ലൈഫിൽ ഭയങ്കര മാറ്റമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ സെയിം ആയിട്ട് എന്താ പറയുക പോയി വരുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ യൂട്യൂബിലോട്ട് അധികം അങ്ങ് കൊടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആലോചിച്ച് നോക്കിയപ്പോൾ എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് കുറച്ച് ലേസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് ഈ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ദിവസത്തെ ഗെറ്റ് റെഡി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നേരത്തെ കണ്ടു നോക്കണം. നമ്മുടെ വീട്ടിൽ പോയിട്ട് കൊച്ചിനെ ചെറിയ ആൾ എന്നെ സ്കൂളിലാക്കി. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വർക്ക് പ്ലേസ്. വീട്ടിൽ നിന്ന് മൊത്തത്തിൽ ഒരു 7 മിനിറ്റ് കൊണ്ട് വർക്കിലെത്തും. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തിയാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വെതറും കാലാവസ്ഥയൊക്കെ ബെറ്ററായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ താങ്ക് യു സോ മച്ച്. ഞാൻ എനിക്ക് ശരിക്കും വീഡിയോയ്ക്ക് മടി വരുമ്പം തന്നെ എനിക്ക് കുറേ ഇൻസ്റ്റാ മെസ്സേജ് വരും. കുറേ പേര് ചേച്ചി എന്ത് പറ്റി, ജീവിച്ചിരിക്കുന്നുണ്ടോ, മര്യാദയ്ക്ക് തിരിച്ചു വാ എന്നൊക്കെ പറയുമ്പം തന്നെ എനിക്ക് ശരിക്കും നമ്മളെന്താ പറയുക, ഒരു 10 പേരേലും നമ്മളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നിടത്തോളം വലിയൊരു ഫീലിംഗ് വേറെ ഇല്ലല്ലോ. അപ്പം എന്തായാലും എന്നെ ഇങ്ങനെ ഇടയ്ക്ക് ചെക്ക് ഇൻ ചെയ്യുന്നതിനൊക്കെ താങ്ക് യു സോ മച്ച്. കുറച്ചൊരു ഡൗൺ
ആയിട്ടുള്ള ഒരു സമയം ഞാൻ മുന്നേ പറഞ്ഞല്ലോ. പക്ഷേ വീണ്ടും എന്താ പറയുക, എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടൊക്കെ ഉള്ള നല്ല ഉന്മേഷം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മുടെ ഒരു വീക്കെൻഡ് പ്രിപ്പ്, ഈവനിങ് പ്രിപ്പ്, മീൽ പ്രിപ്പ് അങ്ങനത്തെ ഒക്കെ വീഡിയോസ് കുറേ പേര് ചോദിക്കണമെന്ന് ചോദിച്ചു. ഞാനപ്പം ചെയ്തത് തന്നെ എനിക്ക് ഭയങ്കരമായ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്ത കണ്ടൻറ്റ് തന്നെയാണല്ലോ, റെപ്പറ്റീഷൻ ആവുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്തത്. അപ്പം അത് കുഴപ്പമില്ല ചേച്ചി, ചെയ്ത് കാണുമ്പം ഒരു ഇൻസ്പിറേഷനോ പഴയ വീഡിയോ തപ്പിപ്പോയി കാണണ്ടല്ലോ എന്ന് വരെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒത്തിരി അധികം സുഹൃത്തുക്കളെ എനിക്ക് ആക്ച്വലി നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് ചാനൽ മാറ്റാനോ കണ്ടൻറ്റ് മാറ്റാനൊന്നും പറ്റത്തില്ല. ഇഷ്ടമില്ലാത്തവർ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ചാനൽ സെർച്ച് ചെയ്ത് കാണാമല്ലോ. അങ്ങനെ പോകാമെന്ന് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന വിശേഷങ്ങൾ. നിങ്ങൾ എന്തായാലും വീഡിയോ തുറന്നും കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.